ബി.ജെ.പി. നെന്മാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരംഗയാത്ര നടത്തി. നിരവധി പേർ തിരംഗയാത്രയിൽ കണ്ണികളായി. നെന്മാറ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഹർ ഘർ തിരംഗയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി വന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾക്ക് തെറ്റായ സന്ദേശം നൽകി നടത്തിയ ഹർ ഘർ തിരംഗ വാഹന അയിലൂരിൽ നിന്നാരംഭിച്ച ജാഥ നെന്മാറ, പല്ലശ്ശന, പുതുനഗരം വഴി കൊടുവായൂരിലെത്തി സമാപിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി. കൃഷ്ണകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നെഞ്ചിൽ ദേശീയ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് വന്ദേമാതരം മുഴക്കിക്കൊണ്ട് രാജ്യത്ത് കോടാനുകോടി യുവതിയുവാക്കളും തിരംഗയാത്രയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. ഈ തിരംഗയാത്രയിലൂടെ ലോകത്തിന് ഭാരതം നൽകുന്ന സന്ദേശം വൈദേശിക ശക്തികളുടെ പണം വാങ്ങി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്ന ആളുകൾക്ക് മുന്നിൽ ഭാരതം മുട്ടുമടക്കാൻ തയ്യാറല്ല. ഈ രാജ്യത്തെ നയിക്കാൻ, ഈ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ കരുത്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ട്, ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ നൽകാൻ തയ്യാറാണെന്നുള്ളതിൻ്റെ വ്യക്തമാക്കുന്നതാണ് രാജ്യം മുഴുവൻ നടക്കുന്ന തിരംഗയാത്രയ്ക്ക് ലഭിക്കുന്ന ആവേശോജ്വലമായിട്ടുള്ള പിന്തുണ. നമുക്കറിയാം, ഒരു കാലത്ത് ഈ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. കോൺഗ്രസിനെ ജനങ്ങൾ കണ്ടിരുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത, ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമായിട്ടാണ് കോൺഗ്രസിനെ കണ്ടത്. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ നിലപാടുകൾ കാണുന്ന സമയത്ത്, കോൺഗ്രസ് ഓരോ വിഷയത്തിലും രാജ്യത്തെടുക്കുന്ന നിലപാടുകൾ കാണുന്ന സമയത്ത്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പുതിയ തലമുറ, ഇന്നത്തെ തലമുറ, അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ രാജ്യസ്നേഹത്തെയും അതുപോലെ തന്നെ ഈ രാജ്യത്തോടുള്ള കൂറിനെയും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എൽ. നിർമ്മൽകുമാർ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വി. സുശീലൻ, മണ്ഡലം സെക്രട്ടറി സോണി, മറ്റു നേതാക്കളായ പ്രദീപ്, വി. സുരേഷ്, സീന, സുനിൽ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.